ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബിഗ് നോസ്റ്റിക്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വേർബ്സ് എന്ന പാർട്ടാണ് അല്ലേ. അതിൽ ടൈപ്സ് ഓഫ് വേർബിൽ ട്രാൻസിറ്റീവ് ആൻഡ് ഇൻട്രാൻസിറ്റീവ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് ഏതാണ്? റെഗുലർ ആൻഡ് ഇറഗുലർ, ഫിനിറ്റ് ആൻഡ് നോൺ ഫിനിറ്റ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അതിലെ എന്താണ് റെഗുലർ ആൻഡ് ഇറഗുലർ വേർബ്സ് എന്നാണ്. അപ്പോൾ എന്താണ് റെഗുലർ വേർബ്സ്? Regular verbs from their past and past participle from by adding ed or d. It follow regular conjunctions. ചില വാക്കിൽ V2 അല്ലെങ്കിൽ V3 ഫോമാറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി, അതായത് പാസ്റ്റ് അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ബേസ് ഫോമിൻ്റെ കൂടെ ഡിയോ അല്ലെങ്കിൽ ഇഡിയോ ചേർക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റെഗുലർ വേർബ്സ് എന്ന് വിളിക്കുന്നത്. അതായത് ഒരു വേർബിൻ്റെ ബേസ് ഫോമിൻ്റെ കൂടെ നമ്മൾ ഇഡി ചേർത്ത് കൊണ്ടോ അല്ലെങ്കിൽ ഡി ചേർത്ത് കൊണ്ടോ V2 ഫോർമാറ്റിനെയും അല്ലെങ്കിൽ V3 ഫോർമാറ്റിനെയും ക്രിയേറ്റ് ചെയ്യുന്ന രീതിയെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റെഗുലർ വേർബ്സ് എന്ന് വിളിക്കുന്നത്. അപ്പം എന്താണ് റെഗുലർ വേർബ്സ് എന്ന് ക്ലിയർ ആയില്ലേ? എന്താണ്? ഇഡിയോ അല്ലെങ്കിൽ ഡിയോ ചേർക്കുന്നതാണ് റെഗുലർ വേർബ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കിയേ. ക്ലോസ്, ക്ലോസ്ഡ്, ക്ലോസ്ഡ്. ഫ്രൈഡ്, ഫ്രൈഡ്, ഫ്രൈഡ്. ബേക്ക്, ബേക്ക്ഡ്, ബേക്ക്ഡ്. വെയിറ്റ്, വെയിറ്റ്, വെയിറ്റ്. ഏതൊക്കെയാണ്? ക്ലോസ്, ക്ലോസ്ഡ്, ക്ലോസ്ഡ്. ഫ്രൈഡ്, ഫ്രൈഡ്, ഫ്രൈഡ്. ബേക്ക്, ബേക്ക്ഡ്, ബേക്ക്ഡ്. വെയിറ്റ്, വെയിറ്റ്ഡ്, വെയിറ്റ്. അപ്പം ഇതിലെ ബേസ് ഫോം ക്ലോസ് എന്ന് പറയുന്നത് ബേസ് ഫോം ആണ് അല്ലേ. അതിൻ്റെ കൂടെ നോക്കിയേ, ക്ലോസ് എന്നതിൻ്റെ കൂടെ നമ്മൾ പ്ലസ് ഡി മാത്രമാണ് ചേർത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ V2 V3 ഫോമാറ്റ് ക്രിയേറ്റ് ചെയ്തു. ക്ലോസ്ഡ്, ക്ലോസ്ഡ്. അതുപോലെ എന്താണ്? വെയിറ്റ് എന്ന് പറയുന്ന വാക്ക്, വെയിറ്റ് എന്നതിൻ്റെ കൂടെ പ്ലസ് ഇ.ഡി ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? V2 V3 ഫോമാറ്റ് ക്രിയേറ്റ് ചെയ്തു. അതായത് വെയിറ്റ്, വെയിറ്റ്ഡ്, വെയിറ്റ്ഡ്. ഇപ്പം എക്സാമ്പിൾ കണ്ടപ്പോൾ ക്ലിയർ ആയോ എങ്ങനെയാണെന്ന്? ബേസ് ഫോമിൻ്റെ കൂടെ പ്ലസ് ഇ.ഡി അല്ലെങ്കിൽ പ്ലസ് ഡി എന്നത് ചേർത്തുകൊണ്ട് V2 അല്ലെങ്കിൽ V3 ഫോമാറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് റെഗുലർ വേർബ്സ് എന്ന് വിളിക്കുന്നത്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ എക്സാമ്പിൾ തന്നെ പല മാറ്റങ്ങൾ ഇഡിയും ഡിയും ചേർക്കുന്നതിൽ നമ്മൾ കണ്ടു. അങ്ങനെ റെഗുലർ ഫോമാറ്റിലെ എന്താണ് V2 V3 ക്രിയേറ്റ് ചെയ്യുന്നതിൽ പല നിയമങ്ങളും ഉണ്ട്. അതായത് എവിടെയാണ് ഡി ചേർക്കേണ്ടത് എന്നും അതുപോലെ എവിടെയാണ് ഇ ഡി ചേർക്കേണ്ടത് എന്നും നമുക്കൊന്ന് നോക്കാം. കൂടാതെ തന്നെ നമ്മൾ ആ പറഞ്ഞ എക്സാമ്പിളിൽ ഫ്രൈഡ്, ഫ്രൈഡ് അത് ഒരു എന്താണ് ഈ പറഞ്ഞ ഇ ഡി ചേർക്കുന്നതിലും ഡി ചേർക്കുന്നതിലും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സാമ്പിളാണ് ആ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഇ ഡി തന്നെയാണ് ചേർത്തിട്ടുള്ളത്, പക്ഷെ അതിലൊരു ഡിഫറെൻ്റ് ഉണ്ട്. എന്താണെന്ന് നമുക്ക് ഈ നിയമങ്ങൾ പറയുമ്പോൾ മനസ്സിലാകും. അപ്പോൾ ഫസ്റ്റ് എന്താ നോക്കിയേ. ഒരു വേർബിൻ്റെ എൻഡിങ് എന്ന് പറയുന്നത് കോൺസണൻറ്റ് സൗണ്ട്സ് കൊണ്ടാണ് എന്നുണ്ടെങ്കിൽ, അതായത് വൈ എന്ന കോൺസണൻറ്റ് സൗണ്ട് നമുക്ക് എടുക്കാം. ഒരു വേർബിൻ്റെ എൻഡിങ് വൈ എന്ന സൗണ്ട് കൊണ്ടാണെങ്കിൽ, മാരി എന്ന് പറയുന്നത് വൈ എന്ന സൗണ്ട് കൊണ്ടാണ് നമുക്ക് എൻഡ് ചെയ്യുന്നത്. അതെന്താണ്? ഒരു കോൺസണൻറ്റ് സൗണ്ടാണ്. അങ്ങനെ ഒരു വേർബിൻ്റെ എൻഡ് ചെയ്യുന്നത് കോൺസണൻറ്റ് സൗണ്ട് കൊണ്ടാണെങ്കിൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിനെ V2 ഫോർമാറ്റ് ആക്കണമെങ്കിലും V3 ഫോർമാറ്റ് ആക്കണം എന്നുണ്ടെങ്കിലും കോൺസണൻറ്റ് സൗണ്ട് ആയിട്ടുള്ള വൈ എന്നതിനെ റിമൂവ് ചെയ്തുകൊണ്ട് അവിടെ നമ്മൾ എന്താക്കണം? ഐ എന്ന ലെറ്റർ ആക്കണം. വൈ എന്ന കോൺസണൻറ്റ് സൗണ്ടിനെ റിമൂവ് ചെയ്തുകൊണ്ട് നമ്മളവിടെ ഐ എന്ന ലെറ്റർ ആഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇ ഡി എന്ന ഫോമാറ്റിനെ നമുക്ക് ചേർക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് കോൺസണൻറ്റ് സൗണ്ടിൽ എൻഡ് ചെയ്യുന്ന വാക്കുകളെ V2 V3 ഫോമാറ്റിലോട്ട് മാറ്റുമ്പോൾ ഈഡ് ചെയ്തുകൊണ്ട് മാറ്റാൻ പറ്റുകയുള്ളൂ. ക്ലിയർ ആയോ? അപ്പം എന്താണ്? ബേസ് ഫോം എൻഡ് ചെയ്യുന്നത് കോൺസണൻറ്റ് സൗണ്ട് കൊണ്ടാണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ റിമൂവ് ചെയ്തുകൊണ്ട് ഐ എന്ന് ആഡ് ചെയ്തുകൊണ്ട് അവിടെ ഇ ഡിയും കൂടി ചേർത്താൽ മാത്രമേ നമുക്ക് V2 V3 ഫോമാറ്റ് ലഭിക്കുകയുള്ളൂ. വൈ എന്ന കോൺസണൻറ്റ് സൗണ്ട് കൊണ്ടാണ് വാക്ക് എൻഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, വൈ എന്ന കോൺസണൻറ്റ് സൗണ്ട് കൊണ്ടാണ് വേർബ് എൻഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, ബേസ് ഫോം എൻഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ വൈയെ റിമൂവ് ചെയ്തുകൊണ്ട് ഐ ആഡ് ചെയ്തുകൊണ്ട് കൂടെ ഇ ഡിയും കൂടിയും ചേർത്തുകൊണ്ടാണ് V2 V3 ഫോമാറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതാണ് ഫസ്റ്റിലെ എന്താണ്?
നിയമം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ ഫ്രൈ എന്ന് പറയുന്നത് ഈ പറയപ്പെട്ട നിയമത്തിൽ പെട്ടതാണ്. ഫ്രൈ എന്നതിൽ വൈ എന്നത് റിമൂവ് ചെയ്തുകൊണ്ട് നമ്മൾ അവിടെ IED ചേർത്തുകൊണ്ട് ഫ്രൈഡ് എന്ന് നമ്മൾ എഴുതി. ഇപ്പൊ നോക്കിയ എക്സാമ്പിൾ മാരി, വൈ നമ്മൾ റിമൂവ് ചെയ്തു, മാരീഡ്. സ്റ്റഡി, വൈ റിമൂവ് ചെയ്തു, ഐ ആഡ് ചെയ്തു, സ്റ്റഡീഡ്. മാരീഡ്, സ്റ്റഡി, ഫ്രൈഡ്. ഈ 3 എക്സാമ്പിളിലും ബേസ് ഫോമിലെ വൈ റിമൂവ് ചെയ്തുകൊണ്ട് ഐ ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ ED ഫോമാറ്റും കൂടി ചേർത്തുകൊണ്ടാണ് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്തത്? V2 V3 ഫോമാറ്റ് ക്രിയേറ്റ് ചെയ്തത്. രണ്ടാമത്തെ നിയമം നോക്കിയേ. ഒരു വേർബ് എൻഡ് ചെയ്യുന്നത് E എന്ന ലെറ്റർ കൊണ്ടാണെങ്കിൽ, ഒരു വേർബിൻ്റെ ബേസ് ഫോം എൻഡ് ചെയ്യുന്നത് E എന്ന ലെറ്റർ കൊണ്ടാണെങ്കിൽ അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ D എന്ന ഫോമാറ്റിനെ ചേർക്കേണ്ടത്. നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞു ED ചേർത്തുകൊണ്ടും D ചേർത്തുകൊണ്ടുമാണ് റെഗുലർ വേർബ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ എവിടെയാണ് D ചേർക്കേണ്ടത്? ഒരു വേർബിൻ്റെ ബേസ് ഫോമിൽ E എന്ന വേർഡ് കൊണ്ടാണ് എൻഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യുക? D എന്ന ഒരൊറ്റ ലെറ്റർ മാത്രം ചെയ്താൽ തന്നെ നമുക്ക് V2 V3 ഫോമാറ്റ് ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. ക്ലിയർ ആയോ? എക്സാമ്പിൾ നോക്കിയേ. ഹെയ്റ്റ്, ലേക്ക്. ഹെയ്റ്റ് എന്ന് പറയുന്നതും ലേക്ക് എന്ന് പറയുന്നതും ബേസ് ഫോംസ് ആണ്. ഇത് രണ്ടിൻ്റെയും എൻഡിങ് എന്താണ്? E എന്ന ലെറ്റർ ആണ്. കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്? പ്ലസ് ഡിയും കൂടിയും ആഡ് ചെയ്തുകൊണ്ട് V2 V3 ഫോമാറ്റ് ക്രിയേറ്റ് ചെയ്യാണ്. നോക്കിയേ. ഹെയ്റ്റഡ്, ലൈക്ക്, ലൈക്ഡ്. മനസ്സിലായോ? ഹെയ്റ്റഡ്, ലൈക്ഡ്. ഇങ്ങനെയാണ് നമുക്ക് എന്ത് വരുന്നത്? ED ചേർക്കേണ്ടത്, D ചേർക്കേണ്ടത് വരുന്നത്. അപ്പം നമ്മൾ പറഞ്ഞത് ഏതൊക്കെയാണ്? ED ചേർക്കേണ്ടത് Y എന്ന കോൺസണന്റ് സൗണ്ടിനെ റിമൂവ് ചെയ്തുകൊണ്ട് I ചേർത്തുകൊണ്ട് നമ്മൾ ED ചേർക്കാറുണ്ട്. കൂടാതെ E എന്ന ലെറ്റർ കൊണ്ട് അവസാനിക്കുന്നതിൻ്റെ കൂടെയും നമ്മൾ എന്ത് ചേർക്കും? D എന്ന ഫോർമാറ്റ് ആഡ് ചെയ്തുകൊണ്ടും നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? V2 V3 ഫോർമാറ്റ് റെഗുലർ വേർബ്സിൽ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. മാത്രമല്ല നമുക്ക് അതിൽ എക്സാമ്പിളിൽ പറഞ്ഞ വെയ്റ്റഡ് അത് നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്? ബേസ് ഫോം എൻഡ് ചെയ്യുന്നത് ഏത് ലെറ്റർ കൊണ്ടാണ്? T എന്ന കോൺസണന്റ് സൗണ്ട് കൊണ്ടാണ് അല്ലേ? നേരത്തെ നമ്മൾ പറഞ്ഞു കോൺസണന്റ് സൗണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ റിമൂവ് ചെയ്യണം. ഒരിക്കലും അല്ല, കോൺസണന്റ് സൗണ്ടിൽ Y വന്നു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ റിമൂവ് ചെയ്യേണ്ടത്. അല്ലാതെ മറ്റ് കോൺസണന്റ് സൗണ്ട്സ് വന്നു കഴിഞ്ഞാൽ പ്ലസ് ED മാത്രം ചേർത്താൽ മതി. ക്ലിയർ ആയോ? മറ്റ് കോൺസണന്റ് സൗണ്ട്സ് വന്നു കഴിഞ്ഞാൽ പ്ലസ് ED മാത്രം ചേർത്ത് കൊണ്ട് വന്നാൽ എന്തായി? അത് V2 V3 ഫോമാറ്റ് ആയിട്ട് മാറും. വെയ്റ്റഡ്. അതാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ എക്സാമ്പിൾ തന്നെ പറയുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പം എന്താണ് റെഗുലർ വേർബ്സ് എന്നും അതിൽ ഓരോ നിയമങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഏതൊക്കെയാണ്? ED ചേർക്കുന്നത്. ഒന്ന്, കോൺസണന്റ് സൗണ്ട്സ് വരുന്നത് Y എന്ന ലെറ്ററിൽ അവസാനിക്കുന്ന കോൺസണന്റ് സൗണ്ട് ആണെങ്കിൽ അവിടെ നമ്മൾ Y റിമൂവ് ചെയ്തുകൊണ്ട് I ആഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ED ചേർത്ത് V2 V3 ഫോമാറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. രണ്ടാമത് നമ്മൾ ബേസ് ഫോം E കൊണ്ടാണ് എൻഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ജസ്റ്റ് D മാത്രം ചേർത്ത് കഴിഞ്ഞാൽ തന്നെ എന്തായി? V2 V3 ഫോമാറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. മൂന്നാമത് നമ്മൾ പറയുന്നത് എന്താണ്? കോൺസണന്റ് സൗണ്ട്സിൽ Y അല്ലാത്ത ഏത് കോൺസണന്റ് സൗണ്ട്സ് ആണ് വരുന്നത് എന്നുണ്ടെങ്കിലും മറ്റേത് ബേസ് ഫോം വന്നാലും അതിൻ്റെ കൂടെ പ്ലസ് ED ചേർത്താലും നമുക്ക് എന്ത് കിട്ടി? V2 V3 ഫോമാറ്റ് കിട്ടി. അപ്പം ഇത്രയാണ് നമുക്ക് റെഗുലർ വേർബ്സ് വരുന്നത്. ദെൻ സെക്കൻഡ്, ഇറഗുലർ വേർബ്സ്. എന്താണ് ഇറഗുലർ വേർബ്സ്? ഇറഗുലർ വേർബ്സ് ഡു നോട്ട് ഫോളോ ദ നോർമൽ പാറ്റേൺസ് ഫോർ ടെൻസ് ആൻഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. നേരത്തെ പറഞ്ഞ പാറ്റേൺസ്, അതായത് ED അല്ലെങ്കിൽ D ചേർത്ത് കൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന V3 ഫോമാറ്റ് എന്ന പാറ്റേണിൽ നിന്നും വ്യത്യസ്തമായത്, അതായത് DO അല്ലെങ്കിൽ EDO ചേർക്കാൻ കഴിയാത്ത വേർഡ്സിനെയാണ് നമ്മൾ ഇറഗുലർ വേർബ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ EDയും Dയൊക്കെ ചേർക്കുന്നത് മുഴുവൻ റെഗുലർ വേർബ്സിലാണ്. അങ്ങനെ ഒന്നും ചേർക്കാതെ വരുന്ന കുറേ V2 V3 ഫോമാറ്റുകളുണ്ട് അല്ലേ? അതൊക്കെ ഏതാണ്? ഇറഗുലർ വേർബ്സ് ആണ്. അതിൽ നമുക്ക് EDയും വേണ്ട, Dയും വേണ്ട, ഒന്നും തന്നെ വേണ്ട അല്ലേ? അങ്ങനെ വരുന്ന ചില വാക്കുകളാണ് നമ്മുടെ ഇറഗുലർ വേർബ്സ് ആയിട്ട് കണക്കാക്കുന്നത്. എക്സാമ്പിൾ നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് ക്ലിയർ ആവും. fall, fell, fallen, threw, throw, threw, thrown,
cut, 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 go, went, gone, fall, fell, fallen, throw, threw, thrown, cut, 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 go, went, gone. ഈ പറഞ്ഞ ഒരു എക്സാമ്പിളിലും നമ്മൾ എന്ത് ചേർത്തിട്ടില്ല? ഇ ഡി ചേർത്തിട്ടില്ല, ഡിയും ചേർത്തിട്ടില്ല. പക്ഷെ അതിനൊക്കെ എന്താണ് V2 V3 ഫോമാറ്റുകൾ ഉണ്ട് താനും അല്ലേ? അങ്ങനെ വരുന്ന V2 V3 ഫോമാറ്റുകൾ ഇ ഡിയോ ഡിയോ അല്ലാത്തതായിട്ട് വരുന്ന ഏതൊരു V2 V3 ഫോമാറ്റിനെയും നമ്മൾ എന്തായിട്ടാണ് കണക്കാക്കുന്നത്? നമ്മൾ ഇറഗുലർ വേർബ്സ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ക്ലിയർ ആയോ എന്താണെന്ന്? പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കാണ്ട്, നേരത്തെ നമ്മൾ റെഗുലർ വേർബ്സിൽ പറഞ്ഞു പല രീതികളിലാണ് നമ്മൾ ഇതിനെ ചേർക്കുന്നത് എന്ന് അല്ലേ? ഇ ഡിയും ഡിയും ചേർക്കുന്നത് എന്ന്. പക്ഷെ നമുക്ക് ഈ ഒരു ഫോർമാറ്റിൽ ഒന്നും ചേർക്കാനില്ല. പക്ഷെ ഒന്നും ചേർക്കാനില്ലെങ്കിലും ഇവിടെയും നമുക്ക് ഇറഗുലർ വേർബ്സിലും പല നിയമങ്ങളുണ്ട് അല്ലേ? ഇപ്പൊ നിയമങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സെയിം പാസ്റ്റ് ആൻഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, സെയിം V2 ആൻഡ് V3 ഫോമാറ്റ്. അപ്പം എന്താണ് പറയുന്നത്? V2ഉം V3യും സെയിം ആയിട്ടും ബേസ് ഫോം ഡിഫറെൻ്റ് ആയിട്ടും വരുന്നതാണ് ആദ്യത്തെ നിയമം എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കിയാൽ നമുക്ക് ക്ലിയർ ആവും. കീപ്, കെപ്റ്റ്, കെപ്റ്റ്, സ്ലീപ്പ്, സ്ലെപ്റ്റ്, സ്ലെപ്റ്റ്, ഫീൽ, ഫെൽറ്റ്, ഫെൽറ്റ്. ഇതൊക്കെയാണ് കീപ്പ്, കെപ്റ്റ്, കെപ്റ്റ്, സ്ലീപ്പ്, സ്ലെപ്റ്റ്, സ്ലെപ്റ്റ്, ഫീൽ, ഫെൽറ്റ്, ഫെൽറ്റ്. ഈ 3 എക്സാമ്പിളിലും നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കീപ്പ് എന്ന് പറയുന്നതും സ്ലീപ്പ് എന്ന് പറയുന്നതും ഫീൽ എന്ന് പറയുന്നതും ബേസ് ഫോം ആണ് അല്ലേ? ആ 3 എന്താണ്? ഡിഫറെൻ്റ് ആണ്. V2 V3 ഫോമാറ്റിൽ നിന്നും ഡിഫറെൻ്റ് ആണ് ഈ 3 ബേസ് ഫോമും പറഞ്ഞത്. കീപ്പ് എന്ന് പറഞ്ഞതിൽ കീപ്പ്, കെപ്റ്റ്, 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 കെപ്റ്റ് എന്ന് പറയുന്നത് V2 V3 ഫോമാറ്റ് ആണ്. V1 ഫോമാറ്റ് അതായത് ബേസ് ഫോം ആണ് കീപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ ബേസ് ഫോം ഡിഫറെൻ്റ് ആയതും രണ്ട് V2 V3 ഫോമാറ്റുകൾ സെയിം ആവുന്നതുമായിട്ടുള്ള രീതിയാണ് ആദ്യത്തെ ഇറഗുലർ വേർബ്സിലെ നിയമം എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നോക്കിയേ, 3 ഫോംസ് ആർ സെയിം. 3 ഫോംസ് ആർ സെയിം. നേരത്തെ നമ്മൾ ബേസ് ഫോം മാത്രം ഡിഫറെൻ്റ് ആണ്, 2 സെയിം ആവുമെന്ന് പറഞ്ഞു. ഇനി വരുന്നത് 3 സെയിം ആയിട്ടുള്ളത്, V1 V2 V3യും ഒരേപോലെ ഉള്ളത്. അത് നമ്മൾ ഫെമിലിയർ ആയിട്ട് കേൾക്കുന്ന ഒന്നാണ് അല്ലേ? ഏതാ എക്സാമ്പിൾസ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അത് കേൾക്കാൻ തന്നെ ഒരു രസമാണ്. ഏതാണ് നോക്കിയേ? കട്ട്, 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 ലെറ്റ്, 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 ഹിറ്റ്, 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 പുട്ട്, പുട്ട്, പുട്ട്. കട്ട്, 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 ലെറ്റ്, 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 ഹിറ്റ്, 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 പുട്ട്, പുട്ട്, പുട്ട്. ക്ലിയർ ആയോ? ഇത് 3 എന്താണ്? സെയിം ആണല്ലേ? കട്ട് എന്നത് ബേസ് ഫോമും ആണ്, V2 ഫോമാണ്, V3 ഫോമാണ്. 3 ഒരേപോലെ തന്നെയാണ് സെക്കൻഡ് നിയമത്തിൽ വരുന്നത്. കേൾക്കാൻ തന്നെ അതൊരു രസമാണ് അല്ലേ? ദെൻ 3ാമത്തെ നിയമം ഏതാ നോക്കിയേ? ആൾ ദെയർ ഫോംസ് ആർ ഡിഫറെൻറ്റ്. 3 ഫോംസും ഡിഫറെൻ്റ് ആയത്. ഓൾ ദെയർ ഫോംസ് ആർ ഡിഫറെൻറ്റ്. നേരത്തെ നമ്മൾ പറഞ്ഞത് 3 ഒരുപോലെയുള്ള കേൾക്കാൻ തന്നെ രസമുള്ള രീതിയാണ് അല്ലേ? 3 സെയിം ആയിട്ട് പറയുമ്പോൾ തന്നെ ഒരു രസമുള്ള എന്താണ് ടേം ആയിരുന്നു നേരത്തെ പറഞ്ഞ നിയമം എന്ന് പറഞ്ഞത്. ഇപ്പം പറഞ്ഞത് എന്താ? 3 ഡിഫറെൻ്റ് ആയിട്ടുള്ളത് എന്നാണ് പറഞ്ഞത്. എക്സാമ്പിൾ നോക്കിയേ, ഗോ, വെൻ, ഗോൺ. നമ്മൾ ഈ വെൻറ്റ് ഗോണിൻ്റെ V2 ഫോമാന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു കൺഫ്യൂഷൻ വരും. ഇത് ഡിഫറെൻ്റ് ആണല്ലോ, ഈ വേർഡ് തന്നെ ഡിഫറെൻ്റ് ആണല്ലോ എന്ന്. പക്ഷെ എന്താണ്, അങ്ങനെ 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫോമാറ്റിനെയാണ് നമ്മൾ 3ാമത്തെ നിയമമായിട്ട് ഇറഗുലർ വേർബ്സിൽ പറയുന്നത്. എക്സാമ്പിൾ നോക്കിയോ ഒന്നുകൂടി. ഗോ, വെൻ, ഗോൺ, ഈറ്റ്, എയ്റ്റ്, ഈറ്റൻ, ഫോൾ, ഫെൽ, ഫോളൻ. ഗോ, വെൻ, ഗോൺ, ഈറ്റ്, എയ്റ്റ്, ഈറ്റൻ, ഫോൾ, ഫെൽ, ഫോളൻ. അതിൽ ഗോ എന്ന് പറയുന്നത് ബേസ് ഫോം, വെൻറ്റ് എന്ന് പറയുന്നത് V2 ഫോം, ഗോൺ എന്ന് പറയുന്നത് V3 ഫോം. കൂടാതെ ഈറ്റ് എന്ന് പറയുന്നതും ബേസ് ഫോം, എയ്റ്റ് എന്ന് പറയുന്നത് എന്താണ് V2 ഫോം, ഈറ്റൺ എന്ന് പറയുന്നത് V3 ഫോം. ഫോൾ എന്ന് പറയുന്നതും ബേസ് ഫോം ആണ്, ഫിൽ എന്ന് പറയുന്നത് V2 ഫോം ആണ്, ഫോളൻ എന്ന് പറയുന്നത് V3 ഫോം ആണ്. ഇത് 3 എന്താണ്? ഡിഫറെൻറ്റ് വേർഡ്സ് ആണ് അല്ലേ? ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് വരുന്നത് അല്ലേ? അങ്ങനെ വരുന്ന ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന 3 ഫോമാറ്റുകളെയും നമ്മൾ ഏത് നിയമത്തിലാണ് ഉൾപ്പെടുത്തുന്നത്? ഇറഗുലർ വേർബ്സിൻ്റെ മറ്റൊരു നിയമത്തിലാണ് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾ ക്ലിയർ ആയില്ലേ? ഓൾ ദെയർ ഫോംസ് ആർ ഡിഫറെൻറ്റ്. എക്സാമ്പിൾ ഗോ, വെൻ, ഗോൺ, ഈറ്റ്, എയ്റ്റ്, ഈറ്റൻ, ഫോൾ, ഫെൽ, ഫോളൻ. ക്ലിയർ ആയില്ലേ? ദെൻ നെക്സ്റ്റ് ഏതാണ് വരുന്നത് നോക്കിയേ?
സെയിം ബേസ് ആൻഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. എന്താണ്? ബേസ് ഫോമും V3 ഫോമും സെയിം ആയിട്ടുള്ളത്. ഏതൊക്കെയാണ്? ബേസ് ഫോമും V3 ഫോമും സെയിം ആയിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ പിന്നീട് പറയുന്ന നിയമം എന്ന് പറയുന്നത്. ഇപ്പം എക്സാമ്പിൾ നോക്കിയേ. കം എന്ന് പറയുന്നത് ബേസ് ഫോമാണ്. കെയിം എന്ന് പറയുന്നത് V2 ഫോമാണ്. അതിൻ്റെ V3 ഫോം എന്തായിരിക്കും? അപ്പോൾ നമ്മൾ പറഞ്ഞു എന്ത്? ബേസ് ഫോം തന്നെയാണ് V3 ഫോമായിട്ട് വരുന്നത് എന്ന്. അപ്പം കം എന്നതിൻ്റെ V2 ഫോം കെയിം ആണെങ്കിൽ V3 ഫോം സെയിം ബേസ് ഫോം തന്നെയായിരിക്കും. കം. ക്ലിയർ ആയോ? കം, കെയിം, കം. റൺ, റാൻ, റൺ. ബിക്കം, ബിക്കെയിം, ബിക്കം. ബിക്കം, ബിക്കെയിം, ബിക്കം. ഇതിൽ എന്താണ്? 3 എക്സാമ്പിളിലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ബേസ് ഫോമും എന്താണ് ലാസ്റ്റ് വരുന്ന V3 ഫോമും ഒരേപോലെയാണ്. നടുവിൽ വരുന്ന V2 ഫോമാറ്റ് മാത്രം ഡിഫറെൻ്റ് ആണ്. ക്ലിയർ ആയോ? ഇത്രയാണ് ഇറഗുലർ ഫോമാറ്റിൽ വരുന്ന എന്താണ് നിയമങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് വേർബ്സിൻ്റെ 2 ഫോമാറ്റായ റെഗുലർ ആൻഡ് ഇറഗുലർ വേർബ്സ് ആണ് അല്ലേ? ഈ രണ്ടിലും എന്താണ് പറയുന്നത്? റെഗുലർ വേർബ്സിൽ നമ്മൾ ഇഡിയും ഡിയും ആഡ് ചെയ്തുകൊണ്ട് V2 V3 ഫോമാറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇതൊന്നും ബാധകമല്ലാതെ വരുന്ന വാക്കുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇറഗുലർ വേർബ്സ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയില്ലേ? ഇത്രയും പറഞ്ഞുകൊണ്ട് എന്താണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതിലൊരു ടൈപ്സ് ഓഫ് വേർബ്സും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. എന്താണ്? ഫിനിറ്റ് ആൻഡ് നോൺ ഫിനിറ്റ്. അത് കുറച്ചുകൂടി വൈഡ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതുവരെയുള്ള കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ.